ഒരു തരത്തിലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു സംസ്കാരം നമുക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ കാണാം. അത് തിരുത്തപ്പെടേണ്ടതാണ്. ഞാൻ ആമുഖമായി അത് സൂചിപ്പിക്കുകയാണ്. വഖഫിന്റെ വിഷയത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച സമീപനം അങ്ങേയറ്റം കപടമാണ്, സമുദായത്തെ വഞ്ചിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡിലെ ജീവനക്കാരെ PSC വഴി നിയമിക്കാനുള്ള ആലോചന നടന്നപ്പോൾ കേരളത്തിൽ എത്ര വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് നടന്നത്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന വഖഫ് സമ്മേളനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ പ്രതിഷേധങ്ങളുടെ പിന്നിലുള്ള താല്പര്യം ചില രാഷ്ട്രീയമായ പകപോക്കലുകൾ മാത്രമാണ്, രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയപ്പോ EK വിഭാഗം സമസ്തയുടെ അഭിവന്ദനായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി തങ്ങൾ അവർ അത്തരം പ്രതിഷേധങ്ങൾക്ക് പള്ളി മിഹ്റാബുകൾ ഉപയോഗിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തപ്പോ അതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട നേതാക്കളും പ്രവർത്തകരും തെരുവുകളിലും സോഷ്യൽ മീഡിയകളിലും ഒരുപോലെ ആദരണീയരായ ജിഫ്രി തങ്ങളുടെ പച്ച ഇറച്ചി കടിച്ചു തിന്നുന്ന കാഴ്ചകൾ അന്ന് നമ്മൾ കേരളം കണ്ടിരുന്നു. അത്ര വലിയ വിഷയമാക്കി ഈ പ്രതിഷേധത്തിനോട്, മിഹ്റാബുകൾ ഉപയോഗിക്കുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ ജിഫ്രി തങ്ങൾ പോലും ക്രൂരമായി ആക്രമിക്കപ്പെട്ടൊരു വിഷയമായിരുന്നു അന്ന് വഖഫ് വിഷയം. വഖഫിന്റെ ജീവനക്കാരുടെ നിയമനം PSCക്ക് വിടുന്ന വിഷയത്തിലാണ് അത്രയും രൂക്ഷമായ പ്രക്ഷോഭങ്ങൾ അന്ന് ലീഗ് നടത്തിയത്. അന്ന് പേരാമ്പ്രയിലെ മുസ്ലിം ലീഗുകാരുടെ പ്രിയപ്പെട്ട കൗമിന്റെ കുട്ടി അവരന്ന് നടത്തിയ ഒരു പ്രസ്താവന, ഇത് പിണറായി വിജയന്റെ വഖഫല്ല, അള്ളാഹുവിന്റെ വഖഫാണ് എന്നായിരുന്നു. അത്രമേൽ വൈകാരികമായ തലത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഇളക്കിമറിക്കാനും മുസ്ലിങ്ങൾക്കിടയിൽ കേരളത്തിലെ ഇടതുപക്ഷം ഒരു മുസ്ലിം വിരുദ്ധമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനും PSC നിയമനത്തെ അവരുപയോഗിച്ചു. നിങ്ങൾ ആലോചിച്ചു, ഉപയോഗിച്ച വാക്ക് തന്നെ ഇത് അള്ളാഹുവിന്റെ വഖഫാണ്, പിണറായി വിജയന്റെ വഖഫല്ല എന്നാണ്. കേരളത്തിൽ ഇടതുപക്ഷം, അന്നത്തെ ഭരണകൂടം മുസ്ലിങ്ങളുടെ വഖഫ് ഭൂമികൾ അട്ടിമറിക്കാൻ, നഷ്ടപ്പെടുത്താൻ, തകർക്കാനുള്ള ഗൂഢ പദ്ധതിയുടെ ഭാഗമായാണ് PSC നിയമനത്തിന് ശ്രമിക്കുന്നത് എന്നും പിണറായി വിജയൻ സംഘപരിവാറിന്റെ ഏജന്റാണ് എന്നും ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അന്ന് പ്രസംഗിച്ചു, പ്രവർത്തകർ അത് പ്രചരിപ്പിച്ചു. അത് ജീവനക്കാരുടെ വിഷയമാണ്, അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. വഖഫ് ബോർഡ് എന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിലെ കേവലം ജീവനക്കാരുടെ കാര്യമാണ് PSCക്ക് വിടുക എന്നുള്ളത്. ജീവനക്കാര് ഏത് മതക്കാരായാലും അതിനെ ബാധിക്കുന്ന കാര്യമാണോ? പിന്നെ ആനുപാതികമായി മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളും കാര്യങ്ങളും ഇവിടെ പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ സർക്കാർ ജോലികളിലും മറ്റും കുറവാണ്, അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ആനുപാതികമായ പ്രാതിനിധ്യം കിട്ടേണ്ടതുണ്ട് എന്ന നിലക്ക് നമുക്ക് പരിഗണിക്കുമ്പോൾ, അതല്ലാതെ ഇപ്പൊ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ജീവനക്കാർ വന്നു എന്നതുകൊണ്ട് അതിന്റെ സ്വഭാവം മാറുമോ? അപ്പൊ പ്രത്യേകിച്ച് വഖഫ് ബോർഡ് എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡിലെ അത്തരത്തിലുള്ള അധികാരങ്ങളും പദവികളും ഒന്നും ഈ ജീവനക്കാർക്കില്ല. അവര് കേവലം ഓഫീസിലെ തൊഴിലാളികളാണ്. ഇനി ആ PSCക്ക് വിടുന്നത് പോലും അത് എല്ലാവരെയും എടുക്കുന്നതാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പരിമിതപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ, അതൊക്കെ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് പോലും ഇത്രയും രൂക്ഷമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വഖഫ് ബോർഡിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡിൽ തന്നെ 2 അമുസ്ലിമീങ്ങളെ വേണം എന്ന നിബന്ധനയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത്. കഴിഞ്ഞ കാലത്തെ കേരളത്തിന്റെ ഇടതുപക്ഷ ഭരണകൂടം അതിനെ അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല. ആ 2 തസ്തികകൾ ഒഴിച്ചിട്ടുകൊണ്ടാണ് അവർ വഖഫ് ബോർഡ് രൂപീകരിച്ചിരുന്നത്. അതിനെതിരായി ശക്തമായ മുസ്ലിം വിരുദ്ധ നിലപാടുകളുള്ള BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉൾപ്പെടെ കൊടുത്ത പരാതിയോട് കക്ഷി ചേർന്നുകൊണ്ട്, അതിനനുകൂലിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണകൂടം, UDF ഗവൺമെന്റ് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്നത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ അതിനുശേഷം ആദരണീയരായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്
പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസ്താവന ഞാൻ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ സാമുദായിക നേതൃത്വം ഗൗരവതരമായി അതിനെ പരിഗണിക്കുകയും അതിനോട് പ്രതിഷേധിക്കുകയും ചെയ്യാത്തത്? അദ്ദേഹം പറഞ്ഞതെന്താ? കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടെ CAA പാസാക്കിയാൽ അതിനനുസരിച്ച് ഇന്ത്യൻ പൗരന്മാരായ CAAയുടെ പരിധിയിൽ രാജ്യം ഭരണകൂടം ഉൾക്കൊള്ളാത്ത പൗരന്മാരെ നാടുകടത്താൻ മുന്നിൽ നിൽക്കും എന്നാണോ സാദിഖ് അലി തങ്ങളുടെ നിലപാട്? ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ അട്ടിമറികൾ ഏതെങ്കിലും ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ കൊണ്ടുവന്നാൽ കാമ അക്ഷരം മിണ്ടാതെ അതിനെ ശിരസാവഹിച്ച് നടപ്പിലാക്കുമെന്നാണോ ആദരണീയരായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വരുന്നത്? എത്ര വലിയ വങ്കത്വമാണ്! എന്നിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് ഇവിടുത്തെ സാമുദായിക നേതൃത്വങ്ങൾ രോഷം കൊള്ളുകയാണ്. എവിടെയോ ഒരു നൂറെ ഹബീബ് തങ്ങൾ കൊടിമരം നാട്ടിയിട്ട് ആത്മീയ ചൂഷണം നടത്തുന്നു. എന്താത്മീയ ചൂഷണം? എവിടെയോ ഒരു നൂറെ ഹബീബ് തങ്ങൾ ഒരു കൊടിമരവും നാട്ടി ചികിത്സയും ഇരുന്ന് അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മയും അദ്ദേഹത്തിന്റെ അപക്വതയും എന്തോ ആവട്ടെ, അദ്ദേഹം ചെയ്യുന്നത് മതപരമായി ബന്ധമില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത കാര്യങ്ങളായിരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കാട്ടിക്കൂട്ടലുകളൊക്കെ ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പണവും പൊന്നും കൊടുക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള നേതൃത്വത്തെ അർഹിക്കുന്ന ആളുകളാണ്. അല്ലാതെ നിങ്ങൾ പോകുമോ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക്? അതിവിടെ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ? നൂറെ ഹബീബ് തങ്ങൾ എവിടെയെങ്കിലും ഒരു കൊടിമരം നാട്ടിയത് കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ആ ഒരു രീതിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഇവിടെ ആളുകൾ എവിടെയെല്ലാം പോകുന്നുണ്ട്, എവിടെ എന്തെല്ലാം ആൾദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ അഭിനവ വ്യാജ മത പുരോഹിതന്മാരുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ആളുകൾ പോകുന്നുണ്ട്. അതൊന്നും സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അതൊക്കെ അവരവരുടെ ഭൗതികത്തെയും ആത്മീയതയും ബാധിക്കുന്ന പ്രശ്നം മാത്രമാണ്. പക്ഷേ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസ്താവനയുടെ കാര്യം അങ്ങനെയല്ല. നൂറ്റാണ്ടുകളായി നമ്മുടെ എല്ലാം പൂർവ്വപിതാക്കൾ അവരുടെ സ്വത്തിന്റെ വലിയൊരു വിഹിതം ഈ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ നമ്മളത് ഭദ്രമായി സംരക്ഷിക്കേണ്ട, എന്ത് നിയത്തിലാണോ അവർ വഖഫ് ചെയ്തത് ആ താല്പര്യത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട വഖഫിന്റെ വിഷയത്തിൽ സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് കുടപിടിക്കുന്ന സമീപനം അവരുടെ രാഷ്ട്രീയമായ ചില താല്പര്യങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില ധാരണകളുടെയോ പുറത്ത് ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനം ആണ്, പ്രസ്താവനയാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയത്. ഞാൻ ചോദിക്കുന്നത്, നൂറെ ഹബീബ് തങ്ങളെക്കാൾ വലിയ അപകടം സാദിഖ് അലി തങ്ങളുടെ ഇത്തരം വലിയ പ്രസ്താവനകളല്ലേ? ഇപ്പൊ എന്തേ സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയെ നമ്മൾ വിമർശിച്ചാൽ തിരിച്ചേറുകൊള്ളും, അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ വരും. കാരണം മുസ്ലിം ലീഗുകാരുടെ സൈബർ പോരാളികളുടെ സംസ്കാരം നമുക്കറിയാം. അപ്പൊ നമ്മൾ സമുദായത്തിൽ സുന്നി ഉണ്ടാക്കാനും ദീന് പറയാനും കുറെ ആളുകൾ, തിരിച്ചൊന്നും കിട്ടാത്ത വലിയ ആൾബലമൊന്നും ഇല്ലാത്ത ആ സാധുക്കളുടെ പിന്നാലെ അതിന്റെ ശരിയും തെറ്റും അതിന്റെ നീതിയും ന്യായവും പറഞ്ഞ് നമ്മൾ റീച്ച് ഉണ്ടാക്കുക. അതാണോ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നം? നൂറെ ഹബീബാണോ കേരളത്തിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഭീഷണി? ആലോചിച്ചു നോക്കൂ. ഈ നൂറെ ഹബീബ് തങ്ങളെക്കാൾ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ ആത്മീയ നേതാവായി വാഴാൻ നമ്മളിവിടെ ആഘോഷിക്കുന്ന തങ്ങന്മാർക്ക് എന്ത് യോഗ്യതയുള്ളത്? നൂറെ ഹബീബ് ഇവര് തങ്ങളാണെങ്കിൽ നൂറെ ഹബീബ് തങ്ങളും തങ്ങളാണ്. നൂറെ ഹബീബ് തങ്ങളും ആലിമല്ല, നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന തങ്ങന്മാരും ആലിമല്ല. എനിക്ക് മനസ്സിലാകാത്തത്, നിങ്ങൾ എന്താണ് ഇതിന്റെ ഒക്കെ ഒരു മാനദണ്ഡം? ഇപ്പൊ അധികാരവും സമ്പത്തും പവറുമുള്ള ആളുകളെ അംഗീകരിക്കുകയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കുടപിടിക്കുകയും എന്നാൽ ആ തരത്തിലുള്ള കരുത്തില്ലാത്ത ആളുകളെ ചവിട്ടിത്തേക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നത് അത് വലിയ ആണത്തൊന്നുമല്ല. അതിനത്ര കൊട്ടിഘോഷിക്കാനൊന്നുമില്ല. നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ, അള്ളാഹുവിനെ മാത്രം ഭയന്നുകൊണ്ട് ദീനിനു വേണ്ടി ശരിയും തെറ്റും പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ എന്നത് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോ നിലവിൽ കേരളത്തിൽ ഏറ്റവും വലിയ, ഇപ്പൊ ചില ആളുകൾ പറയും, പ്രത്യേകിച്ച് ഇവിടെയുള്ള നവീനവാദികൾ, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ആത്മീയ ചൂഷണം നടത്തുന്നത് നിങ്ങൾ സുന്നികളുടെ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന്. എന്താണ് ആത്മീയ ചൂഷണം? നിങ്ങൾ ഈ ആത്മീയ ചൂഷണമായിട്ട് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദർഗകളാണല്ലോ. കേരളത്തിലെ വരുമാനം കിട്ടുന്ന എത്ര ദർഗകൾ
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാന നേതൃത്വം നൽകുന്ന കമ്മിറ്റികളുടെ കീഴിൽ, മഹല്ലുകളുടെ കീഴിൽ കേരളത്തിൽ എത്ര ദർഗകളുണ്ട്? നിങ്ങൾ ഈ ആത്മീയ ചൂഷണം, ഖബർ പൂജ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ദർഗകൾ, ഉദാഹരണത്തിന് കുത്തുബുസ്സമാൻ സയ്യിദ് അലവിയൽ മമ്പുറം തങ്ങളുടെ ദർഗ പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഭാരവാഹിത്വത്തിലുള്ള കമ്മിറ്റിയുടെ കീഴിലല്ലേ? അതിന്റെ സമ്പത്ത് ഇപ്പോഴും പോകുന്നത് ബഹാവുദ്ദീൻ നദ്വി, മുസ്ലിം ലീഗിന്റെ കൊട്ടാരം പണ്ഡിതനായ ബഹാവുദ്ദീൻ നദ്വി നേതൃത്വം നൽകുന്ന ദാറുൽ ഹുദയുടെ പ്രവർത്തനങ്ങളിലേക്കല്ലേ? അതിന്റെ പേരിൽ ഇതിന്റെ അർഹരായ പല ആളുകളും തമ്മിൽ ഇപ്പോഴും നിയമപരമായ പോരാട്ടങ്ങൾ നടക്കുന്നില്ലേ? ഇനി കാസർഗോഡ് മാലിക് ദിനാർ പള്ളി, അവിടെയുള്ള മക്കാമിന്റെ വരുമാനം പോകുന്നത് മുസ്ലിം ലീഗിന്റെ ആളുകൾ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയല്ലേ അതിന് നേതൃത്വം നൽകുന്നത്? ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മറ്റൊരു ദർഗ ബഹുമാനപ്പെട്ട കുത്തുബുൽ-ആലം CM വലിയുല്ലാഹി മടവൂര് ദർഗ, അതിന്റെ ഭാരവാഹിത്വവും മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ നേതൃത്വത്തിലല്ലേ? ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ ആത്മീയ ചൂഷണം, ഞാനത് ആത്മീയ ചൂഷണമാണ് എന്നല്ല പറയുന്നത്, നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന ആത്മീയ ചൂഷണം പോലെയുള്ള ഇത്തരം ആരോപണങ്ങൾ, സത്യത്തിൽ ഇവിടെയുള്ള അത്തരം വരുമാനം കിട്ടുന്ന മുഴുവൻ ദർഗകളുടെയും ഭാരവാഹിത്വത്തിൽ ലീഗുകാരാണ്. ഇനി ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന വഖഫ് പ്രോപ്പർട്ടികൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഇതൊക്കെയുള്ള വലിയ മഹല്ലുകൾ, അതിന്റെ ഭാരവാഹിത്വം, അതിന്റെ അധികാരത്തിൽ ഇരിക്കുന്നത് ആരാണ്? അതും മുസ്ലിം ലീഗിന്റെ ആളുകളല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്റെ അനുയായികളിൽ നിന്ന് പിരിവെടുത്ത് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പണ്ഡിത വൃന്ദം മുഴുവനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു. സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ ഓരോ സ്ഥാപനങ്ങളിലും സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നു. അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവരുടെ എല്ലാ തരത്തിലുമുള്ള പരിരക്ഷകൾ അവർ ഉറപ്പുവരുത്തുന്നു. വലിയൊരു നവോത്ഥാന പ്രവർത്തനം അവർ ഇന്ത്യയിൽ ഉടനീളം നിർത്തുന്നു. അതിനുവേണ്ടി സ്വാഭാവികമായിട്ട് ഫണ്ട് കളക്ഷൻ നടത്തും. അതിവിടെ എല്ലാവരും നടത്തുന്നില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുന്നില്ലേ? മുസ്ലിം ലീഗ് പിരിവെടുക്കുന്നില്ലേ? ഈ ബൈത്തുർ റഹ്മക്ക് നിർമ്മിച്ചു കൊടുക്കുന്നത് പിന്നെ നിധി കിട്ടിയിട്ടാണോ? അപ്പൊ അത് മതപണ്ഡിതന്മാര് ചെയ്യുമ്പോ അത് ആത്മീയ ചൂഷണം. ഇനി അധികാരമില്ലാത്ത ഏതെങ്കിലും, ഇവിടെ ഇതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സമുദായത്തെ ഗൗരവതരമായി ബാധിക്കുന്ന കാര്യം. ഇപ്പോ ദീനിന്റെ ഒരു സ്ട്രക്ചർ, മതത്തിന്റെ അധികാര പരിധിയിൽ ഞാനിങ്ങനെ ആലോചിക്കുക, കേരളത്തിലെ 100 കണക്കിന് മഹല്ലുകളിൽ EK വിഭാഗം സംഘടനയിൽ സമീപകാലത്തുണ്ടായ പ്രശ്നത്തെ തുടർന്ന് ഖാദി സ്ഥാനത്തേക്കുള്ള ആരോഹണത്തിന്റെ പേരിൽ വലിയ കോലാഹലങ്ങളും വിഭാഗീയതകളും നടക്കുകയാണ്. ആരാണ് മഹല്ലിന്റെ ഖാദിയാകേണ്ടത്? ആരാണ് ഈ സമുദായത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്? രാഷ്ട്രീയ നേതാക്കളാണോ? കേരളത്തിലെ മഹല്ലുകളിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്ന എത്ര ഖാദിമാർക്ക് മഹ്റജ് തെറ്റാതെ ഫാത്തിഹ ഓതാൻ അറിയാം? ആരാണ് ഖാദി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? അപ്പൊ അവിടെയെല്ലാം രാഷ്ട്രീയമായ അധികാരവും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് ഖാദി പ്രതിഷ്ഠ നടത്തുന്നതാണ് ആത്മീയ ചൂഷണം. ഇവിടെയുള്ള പണ്ഡിത സഭകളെ അധികാരത്തിന്റെയും പണത്തിന്റെയും സമ്മർദ്ദത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് ആത്മീയ ചൂഷണം. ഇതൊക്കെയാണ് കേരളത്തിലെ സമൂഹത്തെ ബാധിക്കുന്നത്. 100 കണക്കിന്, കേരളത്തിൽ 1000കണക്കിന് വഖഫ് സ്വത്തുക്കൾ ഉൾക്കൊള്ളുന്ന 100,000 മഹല്ലുകളുടെ ഖാദി സ്ഥാനത്ത് ഇത്തരം വടംവലികളിലൂടെ അധികാരങ്ങൾ പിടിച്ചെടുത്ത് പരസ്യമായി നമ്മൾ പ്രസ്താവന നടത്തുകയാണ്, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ പാസ്സാക്കും എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ആകെ ഈ സമുദായ നേതൃത്വത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമായി അവരോട് വിയോജിച്ചു പോയ KS ഹംസനെയും ഉമർ ഫൈസിയെയും പുറത്താക്കലാണോ? അതിനു വേണ്ടിയിട്ടാണോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആയിരക്കണക്കിന് വഖഫ് പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുന്ന ബോർഡിനെ, സംഘപരിവാറിന് ഒറ്റുകൊടുക്കുന്നത്? എത്ര ഗുരുതരാണ്! അധികാരവും പവറുള്ള ആളുകൾക്ക് എന്ത് തോന്നിയാസമാകാം, അതിനെല്ലാം കണ്ണും പൂട്ടി കണ്ടു നിൽക്കണം എന്നുള്ളതാണോ? സാധുക്കളെ മേൽ കുതിര കയറുക എന്നുള്ളത് എളുപ്പമുള്ള ഏർപ്പാടാ. അതിന് വലിയ യോഗ്യത ഒന്നും വേണ്ട. നിങ്ങൾ നൂറെ ഹബീബ് തങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ട്, ഞാൻ അയാളെ ന്യായീകരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ഒരു എന്റർടൈൻമെന്റ് എന്നതുപോലെ മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ. അതിനപ്പുറം ഒരു കാമ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, അള്ളാഹു ആലം. പക്ഷെ അതേസമയം മൂപ്പരെ വിമർശിച്ചു എന്ന് വെച്ച് മൂപ്പർക്ക് വേണ്ടി നമ്മളെ പൊതിരാൻ
നമ്മളെ വെട്ടുകിളി ആക്രമണങ്ങൾ നടത്താൻ മൂപ്പർക്ക് സൈബർ പടയും അല്ലെങ്കിൽ മഹല്ല് ഫെഡറേഷനും നാട് നീളാന്തരം സംഘടനാ രാഷ്ട്രീയ സംവിധാനങ്ങളും ഒന്നുമില്ല. ഒരു സാധു അയാൾ എവിടെയോ ഒരു റൂം എടുത്ത് വല്ലതും നടത്തുന്നു, അതിലാരൊക്കെയോ അത്തരം വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ പോകുന്നു, പണം കൊടുക്കുന്നു, എന്തോ ആവട്ടെ, അവരെ ബോധവൽക്കരിക്കുക. പക്ഷെ അതേസമയം ഈ വിമർശിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു. ആരാ കാവിയാവേണ്ടത്? നമ്മളെ പൈതൃകം എന്തായിരുന്നു? നമ്മളെ പാരമ്പര്യം എന്തായിരുന്നു? ഇതൊക്കെ ദീൻ സംരക്ഷിക്കാനല്ലേ മഹല്ലുകൾ, ലീഗ് സംരക്ഷിക്കാനല്ലല്ലോ. അപ്പൊ ഇതിലൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ വയ്യ. എന്ത് ഈ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഗൗരവതരമായി തോന്നും. കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി നമ്മൾ ചിന്തിക്കുക. നൂറെ ഹബീബ് തങ്ങളെക്കാൾ എന്ത് യോഗ്യതയാണ് ആദരണീയരായ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനുള്ളത്? ഞാൻ അദ്ദേഹത്തെ അനാദരിക്കുകയല്ല, ഞാൻ രണ്ടുപേരെയും ഒരുപോലെ ബഹുമാനിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഇപ്പൊ ആലിമല്ല, അല്ലെങ്കിൽ അവർക്ക് സാമൂഹികമായ ഒരു പക്വത ഇല്ല എന്ന് വെച്ചോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചോ, എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അഹ്ലുബൈത്താണെങ്കിൽ അത് നൂറെ ഹബീബാണെങ്കിലും 200 ഹബീബാണെങ്കിലും ഇനി അത് പാണക്കാട്ട് ഹബായിബുമാരാണെങ്കിലും, അവിടെ ഞാൻ ഹബായിബ് ഉദ്ദേശിച്ചത് തങ്ങന്മാർക്ക് പറയുന്നതാണ്, നമ്മൾ സയ്യിദ് എന്ന് പറയുന്ന പോലെ പറയുന്നതാണ് ഹബീബ്. അങ്ങനെ ഏത് തങ്ങളാണെങ്കിലും, അത് പാണക്കാടാണെങ്കിലും ഇനി വേറെ എവിടെ ഉള്ളതാണെങ്കിലും എല്ലാ തങ്ങന്മാരെയും നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ ലീഗിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മൾ ബഹുമാനിക്കും, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചീത്തയും പറയും, അതൊന്നുമല്ല. ഏത് സംഘടനയിലുള്ള തങ്ങന്മാരാണെങ്കിലും നമ്മൾ ഒരുപോലെ ബഹുമാനിക്കുന്നു. അതേസമയം ആലിമീങ്ങളായ തങ്ങന്മാരുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അദ്ദേഹം വലിയ ആലിമാണ്, ആബിദാണ്, വലിയ മഹാനാണ്. അത് വേറൊരു തരത്തിലുള്ള മഹത്വം. അപ്പൊ അദ്ദേഹത്തിന് അഹ്ലുബൈത്ത് എന്നതിന് പുറമെ ഈ സമുദായത്തിന്റെ ആത്മീയമായ ദിശ നിർണയിക്കാൻ, ആളുകളെ നേരിലേക്ക് നയിക്കാൻ ശേഷിയുള്ള പണ്ഡിത നേതൃത്വം, അവർക്കുള്ള ബഹുമാനം വേറെ ഉണ്ട്. ഇനി അഹ്ലുബൈത്ത് അല്ലാത്ത ആലിമീങ്ങൾക്ക് ആ ബഹുമാനം ഉണ്ടാവും, പക്ഷെ അഹ്ലുബൈത്ത് എന്നുള്ള ശ്രേഷ്ഠത ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ ജിഫി തങ്ങൾ, അദ്ദേഹം ആലിമാണ്. ഖലീൽ തങ്ങൾ, അദ്ദേഹം ആലിമാണ്. അവർക്ക് അഹ്ലുബൈത്ത് എന്നതിന്റെ പുറമെ ആലിമായ സയ്യിദ് എന്ന ബഹുമാനം ഉണ്ടാകും. അതല്ലാതെ ഇപ്പൊ നൂറെ ഹബീബ് തങ്ങൾ, അയാൾ എവിടെ ഇരുന്ന് എന്തോ മന്ത്രിക്കുന്നു, അതിപ്പോ സാദിഖലി തങ്ങളും മന്ത്രിക്കുന്നു. ഇപ്പൊ പാലിമൊന്നും ഇല്ലല്ലോ. കൊടപ്പനക്കൽ തറവാട്ടിൽ മന്ത്രിക്കാൻ ആളുകൾ വരലില്ലേ? പാണക്കാട്ടെ തങ്ങന്മാരൊക്കെ കൊടപ്പനക്കിൽ നിന്ന് മന്ത്രിക്കലില്ല. അതൊക്കെ ചൂഷണാണോ? അഹ്ലുബൈത്ത് മന്ത്രിച്ചാൽ അതിന് വല്ല ഫലം ഉണ്ടാവും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഏത് ജാഹിലാണെങ്കിലും ആലിമാണെങ്കിലും അഹ്ലുബൈത്താണോ, അയാൾ മന്ത്രിച്ചതിന് വല്ല ഫലം ഉണ്ടാവും. അത് നമ്മൾ കളിയാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇനി അതിന്റെ അർത്ഥം ഏതെങ്കിലും വിവരമില്ലാത്ത സംഘന്മാര് എന്തെങ്കിലും ഇതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വല്ല കാര്യങ്ങളും ദീനുമായി ബന്ധപ്പെടുന്നത് ശരിയാണെന്നൊന്നുമല്ല, ആ തരത്തിൽ ന്യായീകരിക്കാൻ വേണ്ട. പക്ഷേ നൂറെ ഹബീബ് തങ്ങളുടെ ഈ ചെറുകിട പ്രവർത്തനങ്ങളും ഏർപ്പാടുകളൊന്നും പാണക്കാട്ട് തങ്ങന്മാർ സമുദായത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഈ സമുദായത്തിനുണ്ടാകുന്ന ദ്രോഹത്തിന്റെ അത്രയും വലിയ അളവിൽ ഈ സമുദായത്തിന് ദ്രോഹമുണ്ടാക്കുന്നതല്ല ഈ നൂറെ ഹബീബ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇവിടെയുള്ള എല്ലാ ബ്ലോഗർമാരും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഓല് ഭയങ്കര ആത്മീയ ചൂഷണത്തിനെതിരെ രോഷം കൊള്ളുകയാണ്. ആർക്കെതിരെ? 50-100 ആളുകൾ മാത്രം അനുയായികളുള്ള ഈ നൂറെ ഹബീബിനെതിരെ. ഇതല്ലല്ലോ. നിങ്ങളൊന്ന് വസ്തുനിഷ്ഠമായി ചിന്തിക്കുക. കേരളത്തില് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് ഇടതുപക്ഷം സഖാവ്, എന്ത് സഖാവ്, CPM-നെ വിമർശിച്ച് നമ്മൾ എത്ര കാലം അന്ന് നിങ്ങളൊക്കെ ലയിക്കിട്ടിട്ടില്ലേ? CPM-ന്റെ ഭാഗത്തു നിന്ന് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ വല്ല നിലപാടുകളും നീക്കങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ എതിർക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളോട് നമുക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല. പൊതുവിഷയങ്ങളിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കും. സുന്നത്ത് ജമാഅത്തിന് കോട്ടം വരുന്ന വിഷയം അത് ആര് പറഞ്ഞാലും അതിന് രാഷ്ട്രീയ പാർട്ടികളല്ല, മതനേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ആരെടുത്തെങ്കിലും ഉണ്ടായാലും അതിൽ നമ്മൾ പ്രതികരിക്കണ്ടേ? അപ്പൊ അവിടെ നമ്മൾ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാളെ സുഖിപ്പിക്കുകയും അയാൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ അനുകൂലിക്കുകയും അങ്ങനെയൊന്നുമല്ല. ദീനായിട്ട് ഇവിടെ നിലനിർത്തണം. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, സാമുദായിക നേതൃത്വം ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രസ്താവനയാണ് സാദിഖ് അലി തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പറയേണ്ടത് VD സതീശനാണോ? അത് വഖഫ് ഭൂമിയാണ് എന്ന് ആരെങ്കിലും വന്ന് വിളിച്ചു പറഞ്ഞതാണോ? നമുക്കതിലെപ്പോഴും നമ്മൾ എത്ര രാഷ്ട്രീയ അടിമകളായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ.
നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ കുറെ കാലം ഇപ്പൊ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഇല്ല. അത് നിങ്ങൾ എന്ത് മുദ്ര കുത്തിയാലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. പക്ഷെ നമ്മൾ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ഭയങ്കരമായ വർഗീകരണ ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട്. ഇപ്പൊ കുറെ സ്വത്വവാദി എഴുത്തുകാരും വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മുസ്ലിം ലീഗ് പോലും ഖേദകരം എന്ന് പറയട്ടെ അതിന് കുടപിടിച്ചു. ഭരണം കിട്ടാൻ വേണ്ടിയായിരിക്കാം, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇപ്പൊ ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഒച്ച ഉണ്ടാക്കി. എന്നിട്ട് ഭരണം മാറി, നമ്മൾ പിണറായി വിജയനെ സംഖ്യയാക്കി ഇതൊക്കെ ആക്കി, പുതിയ ഭരണകൂടം വന്നു. എന്നിട്ട് വഖഫ് വിഷയത്തിൽ അങ്ങേയറ്റം വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു. നിങ്ങൾക്ക് പൊള്ളിയോ? ഇനിയോ സാജൻ സക്രിയ വന്ന് 3 വട്ടം വിളിച്ചു, ഞാൻ എടുക്കാത്തതിൽ സങ്കടം പറഞ്ഞു എന്ന് പറഞ്ഞ് സാജൻ സക്രിയെ അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ വന്ന സാജൻ സക്രിയെ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വിഷമം തോന്നിയോ? എത്രമാത്രം കപടന്മാരാണ് ഈ സാമുദായിക സ്വത്വവാദികൾ. ഇതാണോ നിങ്ങളുടെ ദീൻ? ആ ശ്രീജിത്ത് പണിക്കർ തീവ്ര വലതുപക്ഷ, എന്താണിപ്പോ അദ്ദേഹത്തെ പറയാ, വലതുപക്ഷ വക്താവായ ശ്രീജിത്ത് പണിക്കരുടെ ബർത്ത്ഡേക്ക് സർപ്രൈസുമായി പോയി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. നിങ്ങൾക്ക് പൊള്ളിയോ? അങ്ങേയറ്റം കാപട്യമാണ്, കപടമാണ് നിങ്ങളുടെ സാമുദായിക ബോധം. അങ്ങേയറ്റം കപടമാണ് നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി എന്ന ലേബലിൽ നിങ്ങൾ പറയുന്ന നിലപാടുകൾ. അങ്ങേയറ്റം കപടമാണ് എന്ന് പറയാതെ വയ്യ. ഇവിടെയുള്ള മുസ്ലിം സാമുദായിക നേതൃത്വം അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതർ, നിങ്ങൾക്കൊരുപക്ഷെ മുസ്ലിം ലീഗിന്റെ സാമ്പത്തിക ബെൽറ്റ്, ഇപ്പൊ അവർക്ക് KMCC ഉണ്ട്, ഇത്തരത്തിലുള്ള ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പ്രമാണി ബെൽറ്റ് ഉണ്ട്. പലപ്പോഴും ഇവരുടെയൊക്കെ സുഖലോലുപതയിൽ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളിൽ മതിമറന്ന് ദീൻ പറയേണ്ട ആളുകൾക്ക് അതിന് കഴിയാതെ പോകുന്നുണ്ടോ എന്ന് പോലും ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ ആലോചിക്കേണ്ടതും അതിൽ നിന്ന് പുറത്തു കടക്കേണ്ടതുമാണ്. നമ്മുടെ താല്പര്യം ദീനാവണം, നമ്മുടെ താല്പര്യം സത്യമാവണം, നമ്മളുടെ താല്പര്യം നീതിയാവണം. അല്ലാതെ സമ്പത്തുള്ളവരുടെയോ അധികാരമുള്ളവരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും മൗനം പാലിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ അധപ്പതിക്കാൻ പാടില്ല. വഖഫ് വിഷയത്തിൽ അങ്ങേയറ്റം വഞ്ചനാത്മകമായ നിലപാട് സ്വീകരിച്ചു. അത് മുസ്ലിം ലീഗ് തിരുത്തണം. ആദരണീയരായ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ തിരുത്തണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കമന്റില് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും പ്രവർത്തകന്മാർ മറുപടി പറഞ്ഞു. ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ സമുദായത്തിലെ വലിയൊരു കൂട്ടം യുവാക്കൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അനുയായികൾ ഒരു സംവാദങ്ങളിലും ഗൗരവതരമായി സംസാരിക്കാനും ഇടപെടാനും ശേഷിയില്ലാതെ എല്ലാവരുടെയും കിടന്നിങ്ങനെ തെറിവിളിക്കുക? ഈ തരത്തിൽ നമ്മുടെ കൗം അധപ്പതിച്ചു പോയത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തങ്ങളുടെ അനുയായികളുടെ സാംസ്കാരിക മൂല്യം ഉയർത്താൻ പോലും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഗൗരവതരമായ പരാജയമാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ കമന്റുകളൊക്കെ കണ്ടു, പിന്നെ കാണിച്ചു തരാം, ഭരണം മാറിയത് അറിഞ്ഞില്ലേ, അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനെയൊന്നും ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യരുത്. അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട വിഷയമല്ല. നീതിയുടെ വിഷയം മുസ്ലിം ലീഗ് പ്രവർത്തകരാണെങ്കിലും എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും വിയോജിപ്പില്ല. മുസ്ലിം ലീഗിന് അവരുടേതായ ദൗത്യം നിർവഹിക്കാനുണ്ട്, CPM അവരുടേതായ ദൗത്യം നിർവഹിക്കാനുണ്ട്, കോൺഗ്രസുകാർക്ക് അവരുടേതായ ദൗത്യം നിർവഹിക്കാനുണ്ട്. പക്ഷെ അതേസമയം മുസ്ലിം സമുദായത്തോട് പുതിയ UDF ഭരണകൂടം സ്വീകരിച്ച വഞ്ചനാപരമായ സമീപനം അത് തിരുത്തേണ്ടതാണ്. ഇപ്പൊ PM ശ്രീ വിഷയത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അത് കഴിഞ്ഞ് നേരെ സംഭവിച്ചത് എന്താ? കേരളത്തിന്റെ ഒരു മന്ത്രി അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ?
ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ഇപ്പൊ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതാണോ നിലപാട്? പ്രതിപക്ഷത്തിരിക്കുമ്പോ ഞങ്ങൾ PM ശ്രീ എതിർക്കും, ഭരണപക്ഷത്ത് വന്നാൽ ഞങ്ങൾ എന്തും ചെയ്യും, അതാണോ നിലപാട്? അങ്ങനെ മുസ്ലിം ലീഗിന്റെ ലേവലിൽ എന്തും വിളിച്ചു പറയാം, അതിനെയൊന്നും ആരും വിമർശിക്കാൻ പാടില്ല, അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ മനോഗതി എന്നൊക്കെ പുറത്തു കിടക്കണം ചങ്ങായിമാർ. ഇതേതാ നൂറ്റാണ്ട്? അപ്പൊ ആ തരത്തിൽ പ്രതികരിക്കാൻ ആർജവമുള്ള യുവാക്കൾ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് രംഗത്ത് വരണം. സാമുദായിക സംഘടനകളും പണ്ഡിത സഭകളും ഗൗരവത്തിലെടുക്കുകയും വഖഫിനെതിരായ വിഷയങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാന് ചില തീവ്ര ക്രിസ്ത്യൻ ചിന്താഗതിക്കാരായിട്ടുള്ള ചില ആക്ടിവിസ്റ്റുകളുടെ എഴുത്തുകൾ കണ്ടു. ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അവര് പറയുന്നത്, നിങ്ങൾ നോക്കൂ, വഖഫിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധിയുണ്ടായിട്ട് UDF ഭരണകൂടം അതിനെ അനുകൂലിച്ചിട്ട് ആ വിധിക്ക് കാരണമായ രൂപത്തിൽ ഹർജിക്കാരെ അനുകൂലിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്കോ നേതൃത്വത്തിനോ പ്രശ്നമുണ്ടോ? മുസ്ലിം ലീഗിന്റെ ആദരണീയരായ അധ്യക്ഷൻ പോലും അതിനനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചില്ലേ? വഖഫിലെ കാടൻ നിയമങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് എന്ന ബോധ്യം മുസ്ലിം നേതാക്കൾക്ക് തന്നെ ഉണ്ട് എന്നാണ് അവർ എഴുതുകയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ആത്യന്തികമായ ഫലം എന്തായിരിക്കും? ഇതിന്റെ ഭവിഷ്യത്ത് എത്ര ഗുരുതരമായിരിക്കും? ഈ മൗനം പോലും, ഇതിൽ നമ്മൾ പാലിക്കുന്ന മൗനം പോലും ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതാണ്.